പി സുധീറിന്റെ പ്രചരണാർത്ഥം ദേശീയ അധ്യക്ഷന്റെ ആദ്യ റോഡ് ഷോ അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ആറ്റിങ്ങൽ നിന്നാണ്. അദ്ദേഹം അമൃത ടിവിക്കൊപ്പം ചേരുകയാണ്. സർ, വാട്ട്സ് ദ എക്സ്പെക്ടേഷൻസ് ഇൻ കേരള ആൻഡ് In Kerala, we are here to form the government. We are very much hopeful as the people of Kerala have given us their blessing in the last two elections from 2% vote to 20% of vote. This clearly shows that the people of Kerala wants an alternative to the LDF and the UDF. Both are the match fixers. Both are fixing the election campaign for each others. And now this time, people of Kerala wants Vikshit Kerala, and for this they know that under the leadership of Narendra Modi, this dream can come true. Sir, in last assembly election there is no seat in BJP here, and how much seats are you expecting? I have told you from 2% to 20% of vote we have get. This clearly shows the people of Kerala have now gaining the faith in BJP. Will the FCRI is affecting any type of? No affection. We are totally with. We are always say सबका साथ, सबका विकास, सबका विश्वास and सबका प्रयास. ഇതുതന്നെയാണ് ജനങ്ങൾ ബി ജെ പിക്കൊപ്പം നിൽക്കുന്നിടത്തോളം കാലം ബി ജെ പിക്ക് നല്ല നേട്ടം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ എം ടി രമേശ് കൂടി ചേരുകയാണ്. എത്രത്തോളം പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിക്കൊണ്ട് അങ്ങും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രതീക്ഷയാണ്? കഴിഞ്ഞ തവണ നമുക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല, ഇത്തവണ വലിയൊരു പ്രതീക്ഷ ജനങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം നല്ല ആത്മവിശ്വാസത്തിലാണ്. രണ്ട് മുന്നണികൾക്കും എതിരായിട്ട് അങ്ങേയറ്റത്തെ ജനാഭിപ്രായം കേരളത്തിലുണ്ട്. അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താനാവശ്യമായ നല്ല പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് ഞങ്ങൾ നടത്തുകയാണ്. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും നിർണായകമായ ശക്തിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം മാറുകയാണ്. രണ്ട് മുന്നണികളും ഏറ്റവും അവസാനം ബി ജെ പിക്കെതിരെ പയറ്റുന്ന FCRI മുന്നിൽ കാണിച്ചുകൊണ്ടാണ്. അതിനെ എങ്ങനെയാണ് നേരിടാൻ? അത് വെറുതെ മുന്നണി ഈ CPM കോൺഗ്രസും ഉണ്ടാക്കിയ തെറ്റിദ്ധാരണയാണ്. ആ നിയമം രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള നിയമമാണ്, ഒരാൾക്കും എതിരായിട്ടുള്ളതല്ല. രാജ്യത്ത് നിയമാനുസൃതം നികുതി അടക്കുന്ന എല്ലാവർക്കും സ്വീകാര്യമായ നിയമമാണ്, ഒരു വിഭാഗത്തിനും എതിരായിട്ടുള്ള നിയമമല്ല. ആ തെറ്റിദ്ധാരണയൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഇതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. പ്രചാരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോഴാണ് ബി ജെ പിക്കെതിരെ പുതിയ തന്ത്രങ്ങളുമായി ഇരു മുന്നണികളും രംഗത്തേക്ക് എത്തുന്നത്. അവയൊക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. വലിയൊരു വിജയവും പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് വലിയൊരു വിജയം നൽകും എന്ന് തന്നെയാണ് നിബിൻ നബീനും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.